ഹായ് ഗായ്സ്, ഇതുപോലൊരു അടിപൊളി പ്ലാന്റ് സെറ്റാക്കിയാലോ? അതും മുന്തിരി തണ്ട് കൊണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് ഇതുപോലൊരു ഐസ്ക്രീം ബോൾ എടുത്ത് കളർ ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയ ശേഷം കുറച്ച് വേസ്റ്റ് കടലാസ് ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഒരു കാർഡ്ബോർഡ് കഷ്ണം വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേസ്റ്റ് പേപ്പറിൻ്റെ മുകളിലൂടെ പശ തേച്ചിട്ട് കാർഡ്ബോർഡും കഷ്ണം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതും ചെറിയ കഷ്ണമാക്കി വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് പെയിൻറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ട് നീലയും ചുവപ്പും തമ്മിൽ മിക്സ് ചെയ്താൽ ബ്രൗൺ കളർ കിട്ടും. എന്നിട്ട് അതൊന്ന് ആ കടലാസിൽ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ കളർ തന്നെ നമ്മുടെ മുന്തിരി തണ്ടിലും കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ മുന്തിരി തണ്ട് അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. എൻ്റെ മുന്തിരി തണ്ട് ലേശം വളഞ്ഞ് നിൽക്കണോണ്ട് ഞാൻ ഡബിൾ ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. എന്നിട്ട് ആ ഡബിൾ ടേപ്പിൻ്റെ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. ഇനി മുന്തിരി തണ്ടിൽ വെക്കാൻ നമുക്ക് ഫ്ലവർ സെറ്റാക്കാം. ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലവർ കട്ട് ചെയ്യാം. അങ്ങനെ ഇതുപോലെ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെയറായിട്ട് ഈ ഫ്ലവർ ചെയ്യാം. ഞാൻ 2 ലെയറിലാണ് ഈ ഫ്ലവർ ചെയ്യണത്. അങ്ങനെ ഞാനൊരു 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി 3 ഫ്ലവറും ഒന്ന് മുന്തിരി തണ്ടിലൊന്ന് ഒട്ടിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന മാതിരി ഈ ഫ്ലവറുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഫ്ലവർ സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ലീഫും കൂടി കളർ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി സെറ്റാക്കാം. ഈ ഗ്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.